ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു 2 ഉപ്പൻ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്, ഉപ്പൻ. അവർ ഞങ്ങളുടെ വാതിൽക്കൽ വന്ന് 2 പേരും കൂടെ എന്തോ കഴിക്കുകയാണോ എന്തോ ഉണ്ടാക്കാനാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. കാരണം ഈ ഒരു പക്ഷിയെ നമ്മുടെ അടുത്തൊന്നും കാണാറില്ല. കാരണം നമ്മൾ എറണാകുളത്തല്ലേ താമസിക്കുന്നത്. പക്ഷേ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളിരിക്കുന്ന ഇവിടെ വെളിയിലൊരു കസേര ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ വന്ന് കുറേ 2 പേരും കൂടെ ഇരുന്നു. 2 പേരും കൂടെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. ഇത് കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് ജോസ്റ്റാനെ വിളിച്ച്, ജോസ്റ്റാ ഇത് കണ്ടോ ജോസ്റ്റാ, 2 ഉപ്പൻ വന്നിട്ടുണ്ട്. അതൊന്നല്ല, 2 പേരുണ്ട്. അവരെന്തോ പരിപാടിയിലാണ്. അവരെന്തോ കൂടുണ്ടാക്കാനാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തോ അവിടെ പരിപാടി നടത്താനായിട്ടുള്ള പരിപാടി. അതായത് എനിക്കെന്ന ഓലയൊക്കെ വലിച്ചു കീറുന്നുണ്ട്. പിന്നെ പുല്ലിനകത്തൊന്ന് ഏതാണ്ട് തപ്പിപ്പെറുക്കുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കി തന്നെ ഇരിക്കുക. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. ഇതൊക്കെയല്ലേ റിയലായിട്ട് നല്ല നാച്ചുറലായിട്ടുള്ള അനുഭവങ്ങളല്ലേ. ഇതൊന്നും ഒരു സ്വപ്നമോ സിനിമയോ ഒന്നുമല്ല, റിയലാണ്, നാച്ചുറലാണ്. കണ്ടോ, എനിക്ക് കണ്ടവനാണ്. ഇപ്പോൾ അത് പാറപ്പുറത്തിരിക്കുകയാണേ. കുറേ സാധനങ്ങളതെല്ലാം ശേഖരിച്ചിട്ട് അത് ആ പാറയുടെ പുറത്തിരുന്നിട്ട് അതെല്ലാം അതിൻ്റെ ഒരു കാലിൻ്റെ ഉള്ളിലോട്ട് ആക്കിയിട്ടിരിക്കുക. ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. ഒരാൾ മണ്ടയ്ക്കായതുകൊണ്ട് എനിക്കതിനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ 2 പേര്, എനിക്ക് തോന്നുന്നത് ആണും പെണ്ണും ആണെന്ന് എനിക്ക് തോന്നുന്നു. അവർ ഭാര്യയും ഭർത്താവുമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ 2 പേരും എന്തോ ഒരു സംഭവമുണ്ട്. കുഞ്ഞുണ്ടായിട്ടോ അല്ലെങ്കിൽ കൂട് കെട്ടാനോ, മഴയൊക്കെ അല്ലേ, നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ കൂട് കെട്ടാനോ അങ്ങനെയൊക്കെ എന്തോ അവർ ശേഖരിക്കുകയാണ്. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ എൻ്റെ ദൈവമേ, എനിക്ക് ഒരുപാട് സന്തോഷം വന്ന ദിവസം. അത് ഇൻഡിപെൻഡൻസ് ഡേ രാവിലെ എഴുന്നേറ്റ് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. എനിക്ക് നല്ലൊരു ദിവസമായിട്ട് എനിക്ക് തോന്നി. കാരണം വളരെ ഹാപ്പിയായിപ്പോയി ഞാനിത് കണ്ടപ്പോൾ. എനിക്കങ്ങ് സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യ. എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ എറണാകുളത്ത് ഇങ്ങനെയുള്ള, പ്രത്യേകിച്ച് ഞങ്ങളീ താമസിക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനത്തുള്ള പക്ഷികളൊന്നും കാണാറില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു വളരെ സന്തോഷമായിപ്പോയി. അതാണ് നിങ്ങളെ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പം അവരിങ്ങനെ കൂടുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നു. കൂടുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അവരിങ്ങനെ സ്വരുക്കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഉണ്ടോ, അത് വാഴയിലയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. കണ്ടോ, വാഴ കിടന്ന് ഞാലുന്ന കണ്ടോ. വാഴയുടെ ഇടയിലായിപ്പോയി, അത് കാരണം കാണുന്നില്ല. അപ്പോൾ ഓരോന്നും ഇങ്ങനെ അവർ ഇങ്ങനെ ഓരോന്നും തപ്പിയെടുത്തുകൊണ്ട് ഇപ്പോൾ അവിടെ ഞാൻ എഴുന്നേറ്റ് കാണിക്കാം. കണ്ടോ, അപ്പോൾ ആ ഓലയുടെ അവിടെ നിന്ന് എന്തോ ഞാലി എടുത്തിട്ട് അത് കിട്ടുന്നില്ല, വലിച്ചു കീറിക്കൊണ്ടേ ഇരിക്കുക. കാണാവോ. ഉണ്ടോ, നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരും പറയുന്നുണ്ട് ഉപ്പൻ വന്നാൽ നല്ലതാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കത് കണ്ടപ്പം വളരെ സന്തോഷമായി പോയി. 2 പേരുണ്ട് കേട്ടോ. 2 പേരും ഉണ്ട്. 2 പേരും ഏതാണ്ടൊക്കെ സ്വരുക്കൂട്ടി അവരിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അവർക്ക് ഭയങ്കര എന്തോ എനിക്ക് തന്നെ മഴയൊക്കെയല്ലേ, അവരെവിടെയെങ്കിലും വീടുണ്ടാക്കാനോ അങ്ങനെ എന്തോ പ്ലാനിലൊക്കെയാണ്. പക്ഷേ അവർക്ക് ലോണൊന്നും എടുക്കാൻ പറ്റുകയല്ലോ. അവർക്ക് ഇങ്ങനെയൊക്കെയല്ലേ പണിയാൻ പറ്റുള്ളൂ. പക്ഷേ ഏതായാലും അവന്മാർ 2 പേരും കൂടെ ഓരോന്ന് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് കണ്ട് കേട്ടങ്ങ് പോകാം. അപ്പം ഒരുപാട് നല്ലൊരു കാഴ്ചയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേന് എനിക്കങ്ങ് ഒത്തിരി സന്തോഷമായിപ്പോയി ആ കാഴ്ച. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായിരുന്നു അതൊക്കെ. അപ്പം എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഭയങ്കര മഴ ഇവിടെ വരുന്നുണ്ട് കേട്ടോ.